ഛത്തീസ്ഗഡിലെ ഗിതം എന്ന സ്ഥലത്ത് നിന്നും ഒഡീഷയിലെ നവരംഗ്പൂർ എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഏകദേശം 160 കിലോമീറ്റർ ദൂരമുണ്ട്. സമയം ഏകദേശം 12:50 നമ്മൾ എത്താനായി അരമണിക്കൂർ കൂടിയുള്ളൂ. നമ്മളിന്ന് 2 സ്റ്റേറ്റ് കവർ ചെയ്തു. ഛത്തീസ്ഗഡ് കവർ ചെയ്ത് ഒറീസയിൽ കയറി. എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ദുരന്തം ഡ്രൈവിംഗ് ആണ്, നമ്മുടേതല്ല, നിന്റേതുമാണ്. ഒരു നമ്മള് ഛത്തീസ്ഗഡ് ഫുള്ള് ഫോറസ്റ്റിലൂടെ തന്നെയാണ് വന്നത്. വലിയ അത്യാവശ്യം വണ്ടികളൊക്കെ കുറവായിരുന്നു, സ്പീഡിൽ വരാൻ പറ്റി, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറീസയിലേക്ക് കയറി വിട്ടിട്ട് വേസ്റ്റ് ആയിരുന്നു. ഒരാളും ഹെൽമെറ്റ്, അതൊക്കെ പിന്നെ ഈ ഭാഗത്ത് ആർക്കും ഇല്ല, ഹെൽമെറ്റ് കാര്യങ്ങളൊന്നും ഇല്ല, അത് പോട്ടെ വെക്കാം. ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭര ദുരന്താണ്. തോന്നുന്ന പോലെ റൈറ്റ് ലെഫ്റ്റ് എടുക്കുക, ഒരു കൺട്രോളും ഇല്ല. റോട്ടിലേക്ക് കയറുമ്പം ബാക്കിന്ന് ഫ്രണ്ടിന്ന് വണ്ടി വരുന്ന ഒന്നും നോക്കൂല, ഒരേ കയറി നമ്മള് ശ്രദ്ധിച്ചോളാം. കൊണ്ടുപോയി മുട്ടി. നമ്മള് പോയി മുട്ടി. ഞാനായിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. ആ ഒരു നാഷണൽ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലത്തെ ചെറിയ റോഡല്ല, നല്ല വലിയ റോഡായിരുന്നു. അപ്പോൾ പോയിക്കൊണ്ട് അത്യാവശ്യം ദൂരത്ത് തന്നെ കാണുന്നുണ്ട് ഒരാള്. പിന്നെ മുന്നിലൊരു ബൈക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു വയസ്സായ മീൻസ് ആളും ബാക്കിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒറ്റ റൈറ്റാണായിരുന്നു, ഒരു സിഗ്നലും ഇല്ല, ഒന്നുമില്ല, ഒറ്റ റൈറ്റാണ്. ഞാൻ ഫുള്ള് ചവിട്ടി അവസാനം നിൽക്കാൻ പോകുന്ന അവസ്ഥയിൽ പോയി തട്ടി. അവർ വീണിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നും ആർക്കും പരിക്കൊന്നും പറ്റിയില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന്, സാധാരണ അങ്ങനെയല്ല ഉണ്ടാവാറ്. അവിടെ കൂടിയിരിക്കുന്ന അവിടെ സൈഡിലുള്ള എല്ലാവരും നമ്മുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക്, പുള്ളി പെട്ടെന്ന് റൈറ്റ് ടേൺ എടുത്തതാണെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ചവിട്ടിയോണ്ടാണ് കിട്ടിയതെന്നുള്ള രീതിയിൽ നല്ലത് പറഞ്ഞു ഞങ്ങളെ പറ്റി. സാധാരണ അങ്ങനെയല്ല ഉണ്ടാവര്, എല്ലാവരും കൂടി നമ്മളെ മേത്തിട്ട് കയറലാണ്. പക്ഷെ എന്തോ അവരെല്ലാം പറഞ്ഞു താറായതുകൊണ്ടാണ് അവരെ നല്ലോണം പറയുന്നുണ്ടായിരുന്നു, താറായതുകൊണ്ടാണ് ഇപ്പൊ ചവിട്ടി കിട്ടിയത്, വേറെ ഏതെങ്കിലും വണ്ടി ആയിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടൂലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അവിടെ വണ്ടി സെറ്റ് ആയിരുന്നു കേട്ടോ, ചവിട്ടിട്ട് നല്ല കാരണം അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ, ചവിട്ടിട്ട് കിട്ടി. പക്ഷെ എന്താ പറയാ, മുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് ചടുങ്ങിയിട്ടുണ്ടായിരുന്നു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. അവർക്കും വലിയ പരിക്കൊന്നുമില്ല, ഒന്ന് വീണിട്ട് എന്തോ ചെറിയ കുറവേ ഉള്ളൂ. പക്ഷെ ദ വേസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡ്രൈവിംഗ് അത്രയും ദുരന്തമാണ്, സീരിയസ് ആയിട്ട്. ഒരു കൺട്രോളും ഇല്ലാതെ, ബൈക്കുകാര് പ്രത്യേകിച്ച് ബൈക്കുകാർക്ക് ഒരു ലക്കും ലഗാനും ഇല്ല, ഇങ്ങനെ വരികയാണ്. സോ അത്രയും ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് വരുന്നവരാണെങ്കിൽ അത്രയും ശ്രദ്ധിക്കുക. കാരണം മുട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ വണ്ടിക്കൊന്നും നമുക്കൊന്നും പറ്റണമെന്നില്ല, പക്ഷെ ബൈക്കുകാർക്ക് നല്ല പരിക്ക് പറ്റും. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. നവരംഗ്പൂറിനടുത്തുള്ള മഞ്ചകം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നവോദയ വിദ്യാലയത്തിലാണ് ഇന്ന് ഞങ്ങളുടെ സ്റ്റേ. സ്വാതിയുടെ ഫ്രണ്ട് ശ്യാമലിയുടെ ഹസ്ബൻഡ് ഇവിടുത്തെ അധ്യാപകനാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടെ തൊട്ടടുത്തുള്ള മാർക്കറ്റ് കാണുവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി പോയി. ഇവിടെയുള്ള പ്രദേശവാസികൾക്കും ഈ വിദ്യാലയത്തിലെ ജീവനക്കാർക്കും ആശ്രയമായിട്ടുള്ള ഏക മാർക്കറ്റാണ് ഇത്. കുറച്ചുകൂടി വലിയ മാർക്കറ്റ് ലഭിക്കണമെങ്കിൽ ഏകദേശം 35 കിലോമീറ്റർ ഇവിടെ നിന്നും യാത്ര ചെയ്യണം.
വലിയ ബ്ലൂന്റെ ഇതല്ല ഇതല്ല ഒരു റോളിന്റെ ബ്ലൂന്ന് ഇതാണ് ബ്ലൂന്റെ അല്ല. ഇന്ന് നമ്മൾ ഫുഡ് പാക്ക് ചെയ്തെടുത്തു. ഷാമിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി തന്നു. എന്താ കറി? വൻപയർ. നൈസ്. നല്ല മനോഹരമായ സ്ഥലം അല്ലേ? ഒരുപാട് കൃഷിയും. നമ്മളിങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന സ്ഥലം മൊത്തം അടിപൊളിയാണ്. വയലും നല്ല ഗ്രാമങ്ങൾ, ഭംഗിയുള്ള ഗ്രാമങ്ങൾ. ശരിയായ കുഗ്രാമമാണ് ഇവിടെ. ടൗണുകളൊക്കെ വളരെ കുറവല്ലേ? നമ്മളെ നാട്ടിലെ ചെറിയ ഗ്രാമം ഉണ്ടല്ലോ, അത് ഇവിടുത്തെ മെയിൻ സിറ്റി പോലെ. കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടേ ഫുഡ് കഴിക്കുള്ളൂ. ഒന്ന് വഴി നമ്മൾ ബ്രഹ്മപുരത്തേക്ക് പോകുന്ന വഴിക്ക് ഇനിയൊരു 1 hour കൂടി ഉണ്ട്. പോകുന്ന വഴി മൊത്തം ഈ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലൂടെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല ട്രാവലാണ്. പക്ഷേ ടൗണില്ല, പെട്രോൾ പമ്പുകളില്ല. അപ്പോൾ ഈ മെയിൻ ഇഷ്യൂ ബാത്റൂം സൗകര്യങ്ങൾ വളരെ കുറവാണ്. കാട് മാത്രം. കാടേ അഭയം. പിന്നെ വേറെ റോഡും വലിയ ഗുണമില്ല അല്ലേ? നമ്മള് ഭയങ്കര മോശം റോഡാണ്. പിന്നെ ഭയങ്കര ഇതാണ് ഹമ്പുകള് മുക്കിനും ഓരോ 1 കിലോമീറ്ററിൽ 2 ഹമ്പ് വെച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? നമുക്കൊരു 50 കിലോമീറ്റർ മുകളിൽ പോലും സ്പീഡ് എടുക്കാൻ പറ്റില്ല. സ്പീഡ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് അടുത്ത ഹമ്പ് വരും. പിന്നെ ഈ പോലീസിന്റെ ബാരിയേഴ്സ്, പിന്നെ റോഡ് തന്നെ ഭയങ്കര മോശമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സൗകര്യങ്ങളില്ല. അതെ, ഹോട്ടലില്ല, നല്ല റെസ്റ്റോറൻറ്റ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വേലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ നല്ല നല്ല സുന്ദരമായ ഗ്രാമമാണ്, അടിപൊളി ഗ്രാമമാണ്. പിന്നെ ഇനിയിപ്പോ ഒരു 1 hour കൂടി കഴിഞ്ഞിട്ട് ഏതാ സ്ഥലത്തിന്റെ പേരെന്താ? ബ്രഹ്മപൂർ. ഹോട്ടൽ എടുക്കണം. 7 മണിയോട് കൂടി ഞങ്ങൾ ബ്രഹ്മപുരം എത്തി. നല്ല ടയർഡായത് കൊണ്ട് കൂടുതൽ സെർച്ച് ചെയ്യാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ റൂം എടുത്തു. ഹോട്ടൽ നിർമാല്യ ഇൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് റൂം എടുത്തത്. 1400 രൂപയാണ് റൂമിനായത്. പക്ഷേ അത് തീരെ വേർത്തായിരുന്നില്ല. റൂം അത്ര നീറ്റൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ രാത്രി ബാത്റൂമിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മൊത്തം പ്രശ്നമായിരുന്നു.